ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് മട്ടർ പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഗ്രീൻ പീസും പനീറൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഗ്രേവി ടൈപ്പാണിത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ മട്ടർ പനീർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പനീർ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം പനീറാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യൊക്കെ നന്നായി മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോ പനീറായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടുള്ളത്. എല്ലാ പനീറും ഇട്ട് കൊടുക്കുക അങ്ങനെ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സൈഡൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വന്നാൽ നമുക്കതൊന്ന് മറിച്ചിടാം. ഓരോന്നോരോന്നായിട്ട് മറിച്ചിടാം. ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഞാൻ ആ ഓയിൽ തന്നെ എടുത്തിരിക്കുന്നത്. അതിൽ കൂടെ കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓയിലൊക്കെ ചൂടായി വന്നതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഓയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കണം. നമുക്ക് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ സവാളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. ഇത് 3 മീഡിയം സൈസുള്ള തക്കാളി മിക്സിയിൽ നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തക്കാളിയുടെ ഈ ഒരു മിക്സൊക്കെ നന്നായിട്ട് കുക്കായി വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. എണ്ണ തെളിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് കാഷ്യൂസ് നമ്മൾ വെള്ളത്തിട്ട് കുതിർത്തിട്ട് പേസ്റ്റാക്കി എടുത്താണത്. 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രോസൻ്റെ ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതേപോലൊരു പാക്കറ്റ് ഇങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് കിട്ടുകയെന്നുണ്ടെങ്കിലും അത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഡ്രൈഡ് ഗ്രീൻ പീസ് നമുക്ക് കുതിർത്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 25 മിനിറ്റോളം നന്നായിട്ട് മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രീൻ പീസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. പനീർ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് നമുക്കൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലുള്ള ഗ്രീൻ പീസ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈഡ് ഗ്രീൻ പീസ് തന്നെ വെള്ളത്തിട്ട് കുതിർത്തിട്ട്
ജസ്റ്റ് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മളിത് ഡയറക്റ്റ് കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ജസ്റ്റ് ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം നമ്മുടെ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. പനീറും അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ ചേർന്നിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്. നല്ലൊരു ഫ്ലേവറാണ് കസൂരി മേത്തി ചേർത്ത് കൊടുത്താൽ. കൈകൊണ്ട് തിരുമ്മിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ ഒപ്പം റൊട്ടിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ഗീ റൈസ് ജീര റൈസ് അതിൻ്റെ ഒക്കെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ മട്ടർ പനീർ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching.